വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾസ്. ഇന്ന് ഒരു കറണ്ട് അഫെയർ ക്ലാസ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് NPS വാത്സല്യ സ്കീം? വാത്സല്യ ആ ടൈം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുക? നമുക്ക് ആരോടാണ് എപ്പോഴും വാത്സല്യം തോന്നാറ്? കുട്ടികളോടാണ് അല്ലേ? അതെ, ഈ NPS വാത്സല്യ സ്കീം കുട്ടികളുമായി ബന്ധപ്പെട്ട് 2024-25 കേന്ദ്ര ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ത്? NPS വാത്സല്യ സ്കീം. അപ്പോൾ നമുക്ക് എന്താണ് NPS വാത്സല്യ സ്കീമിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ NPS വാത്സല്യ സ്കീമിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. അതായത് കുട്ടികളുടെ വേണ്ടി രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കും. ഇനി 18 വയസ്സ് കഴിഞ്ഞാൽ എന്താണ്? അതൊരു സാധാരണ NPS അക്കൗണ്ടായിട്ട് മാറും. 18 വയസ്സ് കഴിഞ്ഞാൽ എന്താണ്? ഒരു മുതിർന്ന വ്യക്തിയായിട്ട് കണക്കാക്കൂലേ? അപ്പോൾ അതൊരു സാധാരണ NPS അക്കൗണ്ട് ആവും. നമുക്ക് വേണമെങ്കിൽ അതിൽ വീണ്ടും തുടരാം. അത് അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള സൗകര്യമൊക്കെ എന്താണ്? ഈ NPS വാത്സല്യ സ്കീമിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 രൂപയാണ് ഇതിൻ്റെ ആനുവൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വർഷവും അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും അല്ലേ? ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ധനകാര്യമന്ത്രി പറഞ്ഞ മെയിൻ കാര്യം അത് തന്നെയാണ്. അതായത് കുട്ടികളുടെ ബർത്ത്ഡേക്ക് അവർക്ക് കുറേ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതിന് പകരം എന്താണ്, ഇങ്ങനെ ഒരു സ്കീം തുടങ്ങുകയാണെങ്കിൽ എന്താണ്, അവരുടെ ഫ്യൂച്ചറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അവരുടെ ഭാവിയിൽ എന്തെങ്കിലും വിദ്യാഭ്യാസം, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എന്താണ്, ഇങ്ങനൊരു സ്കീം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തുക പിൻവലിക്കാനും ഒക്കെ സാധിക്കും. അതൊക്കെ എന്താണ് ഈ സ്കീമിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ്. ഇനി അതുകൂടാതെ ഈ NPS വാത്സല്യ അക്കൗണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി, അതുപോലെ തന്നെ ബാങ്ക്, ഓൺലൈൻ സർവീസസ് വഴിയൊക്കെ എന്താണ് ഈ NPS അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. നിലവിലെ NPS സ്കീമിനെ പോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺസിന് കൂടാതെ NRIസിനും ഓവർസീസ് ഇന്ത്യൻസിനൊക്കെ എന്താണ് NPS വാത്സല്യ സ്കീമിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഒരു പ്രത്യേക ഒരു എമർജൻസി വന്നു, ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു, അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുതലായ കാര്യങ്ങൾക്ക് എന്താണ് നമ്മളുടെ ഈ സ്കീമിൻ്റെ 25% വരെ 3 തവണ പിൻവലിക്കാനുള്ള സൗകര്യം എന്താണ് ഈ സ്കീമിൻ്റെ ഒരു സവിശേഷതയാണ്. അതുകൂടാതെ 2.5 ലക്ഷത്തിന് കൂടുതലാണെങ്കിൽ എന്താണ് 20% ഒറ്റത്തവണയായിട്ട് പിൻവലിക്കാനും, 2.5 ലക്ഷമോ 2.5 ലക്ഷത്തിൽ താഴെയോ ആണെങ്കിൽ എന്താണ് ഒറ്റത്തവണയായിട്ടൊക്കെ എന്താണ് പിൻവലിക്കാം. കൂടാതെ ഈ പദ്ധതി നിയന്ത്രിക്കുന്നത് പെൻഷൻ റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. അപ്പോൾ മെയിനായിട്ട് വാത്സല്യ സ്കീമിൻ്റെ ഫീച്ചർ ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2024-25 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ആലോചിക്കുക. വാർഷിക വിഹിതം 1000 രൂപ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മറ്റ് ഓൺലൈൻ സർവീസ് വഴി ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് ആലോചിക്കാം. കൂടാതെ 1000 രൂപയെ ഇതിൻ്റെ വാർഷിക വിഹിതം വരൂ എന്നുള്ളതൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ആലോചിക്കുക. ഇനി ഇതെങ്ങനെയാണ്, ഹൗ ഇറ്റ് ക്യാൻ ബെനിഫിറ്റ് ചിൽഡ്രൻ, എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുക എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. പവർ ഓഫ് കോമ്പൗണ്ടിങ്, ഏർലി സ്റ്റാർട്ട് ഈസ് എ ഗുഡ് സ്റ്റാർട്ട്, ഫോർവേഡ് തിങ്കിങ് അപ്രോച്ച്. ഈ 3 കാര്യങ്ങളാണ് ഇതെങ്ങനെയാണ് ബെനിഫിറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അതിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ദീർഘകാല നിക്ഷേപമായതിനാൽ എന്താണ്, തുടക്കത്തിൽ തന്നെ ആരംഭിച്ചാൽ എന്താണ് അവരുടെ നിക്ഷേപയാത്രയിൽ അവർക്ക് ഒത്തിരി ബെനിഫിറ്റ് നൽകാൻ സാധിക്കുന്നു. അതായത് കോമ്പൗണ്ട് പ്രകാരമാണ് ഇത് മൂവ് ചെയ്യുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ കോമ്പൗണ്ടിങ്ങിലൊക്കെ ചേർന്നാൽ എന്താണ് നല്ല റിട്ടേൺസ് കിട്ടാനായിട്ട് സാധിക്കും. ഇനി ഏർലി സ്റ്റാർട്ട് ഈസ് ഗുഡ് സ്റ്റാർട്ട്, അതായത് മുന്നേ തുടങ്ങിക്കഴിഞ്ഞാൽ, വളരെ ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾക്കിടയിൽ തന്നെ ഇതൊരു സേവിങ് ഹാബിറ്റ് കൊണ്ടുവരാനും ഒക്കെ സഹായകമാവും. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫോർവേഡ് തിങ്കിങ് അപ്രോച്ച്, അതായത് ഫ്യൂച്ചറിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് കൊണ്ടുവരാനും, അതുപോലെ തന്നെ എമർജൻസി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഡ്യൂറിങ് എമർജൻസീസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്കീമിലെ ഫീച്ചറിൽ തന്നെ കണ്ടു, നമുക്ക് 3 തവണയായിട്ടൊക്കെ പിൻവലിക്കുക എന്നുള്ളത് കണ്ടു. അങ്ങനെയൊക്കെ ഈ വാത്സല്യ പദ്ധതി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് NPS വാത്സല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.